ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നും ഒരു വ്ളോഗാണ് കാണാൻ പോണത്. ഇന്നൊരു സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ സാറ്റർഡേ മിക്കപ്പോഴും വർക്ക് ഫ്രം ഹോം ആയിരിക്കും കിട്ടണേ. അപ്പോൾ ഇന്നും ഒരു വർക്ക് ഫ്രം ഹോം ഡേ ആണ്. അപ്പോൾ രാവിലെ എണീച്ചു, വർക്കൗട്ട് ഉണ്ടായി, അത് കഴിഞ്ഞു. കുറച്ച് നേരം പുറത്തൊക്കെ നിന്നിട്ട് ഞാൻ കിച്ചണിലൊന്നും എനിക്കങ്ങനെ വിശക്കലുണ്ടായില്ല. കാരണം ഈ ഒരു ക്രാക്കേഴ്സ് ബിസ്ക്കറ്റാണ് കഴിച്ചത്. എന്നിട്ട് ഞാൻ നേരെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. രാവിലത്തെ മെയിൻ ടാസ്കൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി. അത് കുറച്ച് സമയം കൊണ്ട് അങ്ങോട്ട് തീർത്തു. ഇപ്പോൾ കൊളീഗ്സ് ഒന്നും ഇല്ലാത്തത് കാരണം നമ്മൾ വെറുതെ വർക്കിലേക്ക് മാത്രമായിരിക്കുമല്ലോ പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണേ. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞു. എന്നിട്ട് എൻ്റെ പൂച്ചേനെ കുറച്ച് നേരം ഞാൻ എടുത്ത് നടന്നു അവിടേക്ക്. അങ്ങനെ ആ ഒരു രാവിലത്തെ ടൈമൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫേവറേറ്റ് ചിക്കൻ എൻ്റെ കിച്ചണിൽ ക്ലീൻ ചെയ്യാനിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മാസ്ക് ട്രൈ ചെയ്യാമെന്ന് കരുതി. അത് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് എന്താവുമെന്ന് അറിയാൻ ഉള്ള നിപ്പാണത്. കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ട് സൺ ടാനും അതുപോലെ തന്നെ മുഖത്ത് ബ്ലാക്ക് ഹെഡ്സൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യണതാണ്. ആ ഒരു മാസ്ക് ഉണങ്ങിക്കഴിഞ്ഞ് പറിക്കാനായിട്ട് നോക്കണ ഒരവസ്ഥയാണത്. ശരിക്കും നല്ല വേദനയായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ കുട്ടി കുട്ടി രോമങ്ങളുണ്ടാവുമല്ലോ, അത് പൊളിഞ്ഞുകൂടെ പോരും. അപ്പം ഭയങ്കര പ്രാണം പോണ പോലത്തെ ഒരു വേദനയായിരിക്കും കേട്ടോ. കുറേ നേരം കൊണ്ടാണത് ഞാൻ പറിച്ചെടുത്തത്. എന്നിട്ടും എനിക്ക് അടിയിൽ നിന്നൊന്നും പറിക്കാൻ പറ്റണ്ടായില്ല. അപ്പം ഞാനതൊക്കെ ജസ്റ്റ് അല്ലാണ്ട് തന്നെ തൂത്തെടുക്കുകയും ചെയ്തേ. കാരണം നല്ല എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയി. ആ മൂക്കുമ്മേന്ന് ബ്ലാക്ക് ഹെഡ്സൊക്കെ പോണേൻ്റെ ആ ഒരു വേദന. പിന്നെ മൂക്കിൻ്റെ അവിടെ നമുക്ക് ടൈനി ഹെയർസ് ഉണ്ടാവുമല്ലോ, അപ്പം അതിൻ്റെയൊക്കെ നല്ലൊരു വേദന ഉണ്ടായി. അങ്ങനെ ഫൈനലി അത് കഴുകി കളഞ്ഞു. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അടിപൊളിയായിട്ട് പോയി. അപ്പോൾ മാസ്ക് അടിപൊളിയായിരുന്നു എന്ന് ചോദിച്ചാൽ അടിപൊളിയായിരുന്നു. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ പോകാനായിട്ട് നല്ല ഹെൽപ്പ് ചെയ്യും. പക്ഷേ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സ്കിൻ ഭയങ്കര വേദന എടുക്കും. എനിക്ക് സ്കിന്നെ ഇറിറ്റേറ്റ് ചെയ്യണത് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഞാനങ്ങനെ പീൽ ഓഫ് മാസ്ക് ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇറിറ്റേറ്റ് ആയി തോന്നി. പക്ഷേ റിസൾട്ട് അടിപൊളിയാണ്. ഇനി ഇത് ചെയ്യുമെന്ന് വെച്ചാൽ മേ ബി വല്ലപ്പോഴും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. എഗ് വൈറ്റും കോഫി പൗഡറും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഒരുമിച്ച് മിക്സ് ചെയ്യുക. ഒരു കോട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുക. ദെൻ അടുത്ത കോട്ട് അപ്ലൈ ചെയ്യുക. ഡ്രൈ ചെയ്യുമ്പോൾ പീൽ ചെയ്ത് കളയാം. ഇത്രേ എളുപ്പമാണ്. എന്നാലും ഇച്ചിരി വേദന സഹിച്ചാൽ നല്ല റിസൾട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ സ്കിന്നിൽ ഭയങ്കര നമ്മുടെ ടാൻ അങ്ങോട്ട് പെട്ടെന്ന് മാറേണ്ട ഒരു ബ്രൈറ്റ്നെസ് ഫീലും ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണമെന്നുള്ളൊരു യൂസ് ചെയ്ത് നോക്കുക. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ട്. ഞാനപ്പോൾ എൻ്റെ ചിക്കൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഞാനിപ്പോൾ പോർഷൻ കൺട്രോളൊക്കെ ചെയ്യണാറുണ്ട്. ഡെയിലി പ്രോട്ടീനായിട്ട് ചിക്കൻ യൂസ് ചെയ്യാറുണ്ട്. ഫേവറേറ്റാണ് എൻ്റെ. പിന്നെ എൻ്റെ പൂച്ചേനെ ഒന്ന് നോക്കിയിട്ട് ഞാൻ കുളിക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞ് വന്നു. ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ട്. വേഗം തന്നെ കുളിച്ച് കഴിഞ്ഞ് വന്നു. അപ്പോൾ ഇത് നല്ലൊരു ബോഡി ലോഷനാണ്. നല്ലതാണ്. എനിക്ക് നിവ്യയുടെ പ്രോഡക്റ്റ്സ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ടൈം ലഞ്ച് ടൈം 2 വീറ്റിൻ്റെ ദോശയും കേട് എനിക്ക് മസ്റ്റാണ്. പിന്നെ ഒരു മിൽക്ക് വെരട്ടിയാണോ ഒലത്താണോ കോവക്കയുടെ അതും എൻ്റെ ഫേവറേറ്റ് ചിക്കൻ ഫ്രൈയും അടിപൊളി ലഞ്ചായിരുന്നു. തൈരും ചിക്കനും ആ ഒരു കോവക്കയുടെ മിൽക്ക് വെരട്ടിയൊക്കെ കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ്. എന്നിട്ടും പിന്നെ എൻ്റെ ബാക്കിയുള്ള വർക്കൊക്കെ ഞാനിങ്ങനെ തീർത്തു. ഇന്ന് വർക്ക് ഫ്രം ഹോം ആയത് കാരണം തന്നെ നമുക്ക് ഇച്ചിരി ഗ്യാപ്പ് എടുത്തൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള വർക്കൊക്കെ ഞാനിങ്ങനെ ഓൾമോസ്റ്റ് ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പുറത്തേക്ക് പോകുന്നുണ്ട്, അകത്ത് വരുന്നുണ്ട്, കിച്ചണിൽ പോകുന്നുണ്ട്, വന്നുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. പറ്റണതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. ഒരു ഈവനിങ് ഒക്കെ ആയി. അപ്പോൾ ഒരു കൊറിയർ വന്നായിരുന്നു, അത് ഞാൻ വാങ്ങി. പിന്നെ ഓൾമോസ്റ്റ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയി വരുമായിരുന്നു. ഈവനിങ് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും. പക്ഷെ വർക്ക് ഫ്രം ഹോം എന്ന് പറയുമ്പോൾ അത്രയും നേരം ഒന്നും എടുക്കാറില്ല. പെട്ടെന്ന് വർക്കൊക്കെ തീരാറുണ്ട്. അങ്ങനെ വർക്കൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഇത് വേറൊരു ബിസ്ക്കറ്റാട്ടോ, ഒരു ഷുഗർ ഫ്രീ ബിസ്ക്കറ്റാണ്. ഞാൻ പേര് മറന്നുപോയി. ഇതിൽ കുറേ ഫൈബർ കണ്ടൻ്റൊക്കെ ഉണ്ട്.
നല്ല ടേസ്റ്റാണ്, ഷുഗറില്ല, നല്ല ടേസ്റ്റാണ്. പക്ഷെ പിന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ജസ്റ്റ് അവിടേക്ക് ഒന്ന് നടന്നു. നല്ല സ്കൈ ആയിരുന്നു. സ്കൈ ഒക്കെ കുറച്ച് നേരം നോക്കി നിന്നു. അങ്ങനെ ഈവനിങ് അതൊക്കെ തന്നെയാണ് പരിപാടി. ഇന്ന് വേറെ പുറത്ത് പോകാനോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അപ്പം അതൊക്കെ തന്നെയായിരുന്നു ഇന്ന് കാര്യങ്ങൾ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ചെറിയൊരു വ്ളോഗ്. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.